ഹലോ ട്രേഡേഴ്സ്. ഇന്നത്തെ പ്രീ ഓപ്പൺ മാർക്കറ്റിൽ കാണിക്കുന്ന, അതായത് രാവിലെ 9 മണിക്ക് മാർക്കറ്റിലുണ്ടായ കാര്യങ്ങളാണിത്. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്, പ്രീ ഓപ്പൺ മാർക്കറ്റിൽ ഓപ്പൺ ചെയ്തത് -938-ലും സെൻസെക്സ് 7100-ലുമായിരുന്നു. അതായത് അതിനുശേഷമാണ് മാർക്കറ്റ് ഗെയിൻ ചെയ്ത് നിഫ്റ്റി -519-ലും സെൻസെക്സ് -2775-ലും മാർക്കറ്റ് ഓപ്പൺ ആയത്. നമ്മൾ ഇന്നലത്തെ അനാലിസിസിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു 24,721 പറയുന്ന ഈ ഒരു ലെവലിനെ പറ്റിയിട്ട്. കറക്റ്റായിട്ട് മാർക്കറ്റ് ആ ഒരു ലെവലിൽ നിന്ന് വരികയും, അതായത് അവിടെ ഒരു കൺസോളിഡേഷൻ ഏരിയയിലേക്ക് മാർക്കറ്റ് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു നോൺ റിവേഴ്സൽ ഏരിയയിൽ മാർക്കറ്റ് വന്നതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നിഫ്റ്റി 24,392 എന്ന് പറയുന്ന 500 പോയിന്റ് ഇടിഞ്ഞ് ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. ഇത് ഞാനൊരു ലോങ് ടൈം ഫ്രെയിമിലായിരുന്നു ഇന്നലത്തെ അനാലിസിസ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഒരു റേഞ്ചിൽ ഒന്നുകൂടൊന്ന് കറങ്ങി തിരിഞ്ഞിട്ട് വീണ്ടും ഒരു കൺസോളിഡേഷനൊക്കെ എടുത്തിട്ടായിരിക്കാം ഒരുപക്ഷെ വീണ്ടും താഴേക്ക് വരിക. ഇന്ന് എക്സ്പയറി ആയതുകൊണ്ടും ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആയതുകൊണ്ടും IV കൂടുതലായതുകൊണ്ടും എൻ്റെ സ്ട്രാറ്റജി പ്രകാരം 4 പാരാമീറ്റേഴ്സ് നെഗറ്റീവായിട്ട് നിന്നതുകൊണ്ട് ഞാൻ ഇന്ന് ട്രേഡ് ചെയ്തിരുന്നില്ല. എൻ്റെ സ്ട്രാറ്റജി പ്രകാരം എനിക്ക് പോസിറ്റീവായിട്ട് ഒരു അഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മാർക്കറ്റിൽ ട്രേഡുകൾ എടുക്കാറുള്ളൂ, ട്രേഡുകൾ പ്ലാൻ ചെയ്യാറുള്ളൂ. ഇന്ന് ഒരുപാട് പേര് മെസ്സേജ് വന്നിരുന്നു എന്തുകൊണ്ട് ട്രേഡ് എടുത്തില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. അതിൻ്റെ ഒരു വിശദീകരണം പോലും ഞാൻ തന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ ഇന്നലത്തെ അനാലിസിസിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, ഷാർപ്പായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ആണെങ്കിൽ അത് ഡൗൺ ആകാം, അപ്പ് ആകാം. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു റിട്രേസ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം ആണ്. 5 മിനിറ്റ്സിൽ ഒരു അബ്നോർമൽ ക്യാൻഡിൽ ഫോം ചെയ്യുകയും അതിനുശേഷം മാർക്കറ്റ് ഒരു സ്റ്റീപ്പായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതിനിടയ്ക്കൊന്നും കാര്യമായിട്ടുള്ള ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ ഷാർപ്പായി വീണ്ടും ഇവിടെ നിന്നൊരു റിട്രേസ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ഇവിടെയെല്ലാം സ്റ്റോപ്പ് ലോസ് ഹണ്ടുകൾ ഇവിടെ ചെയ്തിട്ടുണ്ടാകും. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ കൺഫർമേഷനുള്ള ട്രേഡുകൾ മാത്രമാണ് ഞാൻ പ്ലാൻ ചെയ്യാറുള്ളത്. അതായത് എനിക്ക് ഇന്നത്തെ എൻ്റെ സ്ട്രാറ്റജി പ്രകാരം 80% മാർക്കറ്റ് മൂവ്മെന്റ് കിട്ടാതിരിക്കാനുള്ള സാധ്യതകളായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ സാധാരണയായിട്ട് ട്രേഡുകൾ എടുക്കുന്നത് എനിക്ക് 80% കൺഫർമേഷൻ ഉള്ളപ്പോഴും മോർ ദാൻ 95% ആക്യുറസി ഉള്ളപ്പോൾ മാത്രമാണ് ഞാൻ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ആസ് ആൻ ഓപ്ഷൻ ബയർ, ഒരു പ്രൊഫഷണൽ ബയർ എന്നുള്ള രീതിയിൽ മാസത്തിൽ 4 മുതൽ 6 ട്രേഡുകൾ വരെ എനിക്ക് കിട്ടാറുള്ളൂ. ദിവസങ്ങളിലേ എനിക്ക് ട്രേഡുകൾ കിട്ടാറുള്ളൂ. എല്ലാ ദിവസവും ട്രേഡ് എടുത്ത് ലോസ് ആക്കുന്നതിനേക്കാൾ നല്ലത് ഡിസിപ്ലിനായിട്ട് ട്രേഡ് എടുക്കുന്നതാണ് എൻ്റെ ഒരു രീതി. അതായത് പറഞ്ഞു വന്നത് ഇന്നത്തെ ദിവസത്തെ ഞാൻ ട്രേഡ് ക്യാൻസൽ ചെയ്തതിനെ പറ്റിയാണ്. നാളെ മാർക്കറ്റ് അവധിയാണ്. ഇനി അടുത്ത വർക്കിംഗ് ഡേ എന്ന് പറയുന്നത് ബുധനാഴ്ച മാർച്ച് 4-ാം തീയതിയാണ്. കാര്യമായ ചേഞ്ചസ് ഒന്നും ഇന്നത്തെ ഓപ്പണിംഗ് ക്ലോസിംഗ് വെച്ചിട്ടില്ല. ഒരു കൺസോളിഡേഷനാണ് മാർക്കറ്റിൽ കണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം ഇവിടെ ഒരു കൺസോളിഡേഷന് ശേഷം മാർക്കറ്റ് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു 60,435 ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സപ്പോർട്ട് ലെവൽ എന്ന്. അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ 59,148 ആയിരുന്നു. അത് കറക്റ്റായിട്ട് 59,146 എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ മാർക്കറ്റ് വന്നിട്ട് അവിടുന്ന് സപ്പോർട്ട് എടുത്തു. അവിടെയും ഒരു കൺസോളിഡേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത ദിവസവും ഇവിടെ നോൺ റിവേഴ്സിബിൾ സോണാണ്. പക്ഷേ ഒരു ഇവന്റ് ബേസ്ഡ് ആയതുകൊണ്ട് മാർക്കറ്റിൽ ടെക്നിക്കൽസ് ഒന്നും റെസ്പെക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് പ്ലേ ചെയ്ത ശേഷം താഴേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ബുധനാഴ്ചത്തെ ട്രേഡിംഗ് ഡേയും കൂടെ നോക്കിയ ശേഷമേ നെക്സ്റ്റ് ഒരു പോസിബിൾ ലെവൽ, അതായത് ഒരു 75% എങ്കിലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് മാർക്കറ്റ് എത്തുകയുള്ളൂ. ഞാൻ ഇന്നലെ ലെവൽസ് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അത് കറക്റ്റായിട്ട് തന്നെ എൻ്റെ ആദ്യത്തെ ലെവൽ റെസ്പെക്ട് ചെയ്തു മാർക്കറ്റ്. ബാങ്ക് നിഫ്റ്റിയിലും ഫസ്റ്റ് ലെവൽ റെസ്പെക്ട് ചെയ്തു. ഇനി 2 ലെവൽസ് കൂടിയുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാനൊരു ട്രേഡ് ഗോൾഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 53,065 ആയിരുന്നു എൻ്റെ ടാർഗറ്റ്. അത് കറക്റ്റായിട്ട് ഇന്ന് രാവിലത്തെ ഓപ്പണിങ്ങിൽ അത് ഹിറ്റായി. മാർക്കറ്റ് ഇനിയും മുകളിലോട്ട് പോകും. പുതിയ അനാലിസിസ് അനുസരിച്ചിട്ട് അടുത്ത ലെവൽ എന്ന് പറയുന്നത് 54,094 ആണ്. ഇപ്പം ഗോൾഡ് നിൽക്കുന്നത് 5,401 എന്ന് പറയുന്ന ലെവലിലാണ്. അതായത് 122 പോയിന്റ് ഹൈപ്പിലാണ്. ഇനിയും 94 പോയിന്റും കൂടെ കയറി വരാനുണ്ട് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റിലേക്ക് എത്താനായിട്ട്. എന്തായാലും മാർക്കറ്റ് നല്ല രീതിയിൽ ഡയറക്ഷൻ തരുന്നുണ്ട്. അതനുസരിച്ചിട്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവാം.